വിശദമായി പോകുമ്പോൾ വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയും 4 പേർക്ക് പുതുജീവിതമേകി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാവുകയും ചെയ്ത ആലിൻ ഷെറിന് വിട നൽകുകയാണ് കേരളം. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിൽ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ മുതൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ 100 കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തുന്നത്. മന്ത്രിമാരായ VN വാസവൻ, സജി ചെറിയാൻ തുടങ്ങിയവർ കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിച്ചു. ആലിന്റെ വൃക്ക സ്വീകരിച്ച 10 വയസ്സുകാരി ശ്രേയയുടെ മുത്തച്ഛൻ ചന്ദ്രനും കുഞ്ഞിനെ അവസാനമായി കാണാനെത്തി. ഈ കുഞ്ഞിന്റെ വേറെ കുഞ്ഞിന്റെ മാലകയുടെ അതിന്റെ 2 വൃക്കളുമാണ് എന്റെ മകളെ കൊച്ചിന് ദാനമായി അവർ തന്നത്. അവർ തന്നെങ്കിൽ ഞങ്ങളിന്ന് മെഡിക്കൽ കോളേജിലാണ് ആയിരുന്നത്. അവിടുന്ന് രാവിലെ ഒന്ന് കാണണം, ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. എന്തായാലും അത് കണ്ടു, ആ അപ്പൂപ്പനെയും കണ്ട് ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ട് പോകണമെന്ന് കരുതി. അത് എന്തായാലും നടന്നു. ആ കുടുംബത്തിന് ആ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നുണ്ട്. എല്ലാം നന്മയ്ക്കായി അതൊക്കെ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന് സുഖമായിട്ട് കിടക്കുന്നുണ്ട്. എല്ലാവരെയും കാരണമുണ്ട് അത് നടന്ന്. ആ അപ്പൂപ്പനൊക്കെ നല്ല ആ TV കൂടി നല്ലത് പറഞ്ഞപ്പോൾ വന്നൊന്ന് കാണണമെന്ന് വിചാരിച്ച് അത് കണ്ട് മനസ്സിനൊരു വിഷമമാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, അങ്ങനെ മറ്റുള്ളവർക്ക് പുതുജീവനേകിക്കൊണ്ട് കുഞ്ഞാലിൻ നമ്മോടൊക്കെ വിട പറയുകയാണ്. സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചോ? ഇപ്പോഴും നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ ആലിനെ കാണാൻ? അനുശ്രീ, പള്ളിയിലാണ് ഇപ്പോൾ ചടങ്ങുകൾ തുടങ്ങാനുള്ള ഒരുക്കങ്ങളിലാണ്. ആലിനെ പൊതുദർശനത്തിന് ആലിന്റെ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ ആൾക്കൂട്ടമാണ്. അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. ശരിക്കും മാനവികതയുടെ വലിയ സന്ദേശമാണ് ആലിൻ നൽകിയിട്ട് പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആലിന്റെ മാതാപിതാക്കളെടുത്ത തീരുമാനവും ആലിനെ എക്കാലത്തേക്കും ലോകത്തിന്റെ മനസ്സിലേക്ക് ഒരു കുഞ്ഞു മാലാഖയായി ലോകത്തിന്റെ മനസ്സിൽ ആലിൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആളുകൾ കേട്ടറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ ആലിന്റെ വീട്ടിൽ വെച്ച് പൊതുദർശനം തുടങ്ങിയതാണ്. ഒരു 2:30 വരെ അവിടെ പൊതുദർശനം നടത്തിയ ശേഷമാണ് ഇപ്പോൾ പള്ളിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. പള്ളിയിലെത്തിയപ്പോഴും